വീണ്ടും 90കളിൽ നിന്നുള്ള ഒരു ക്ലാസിക് ഇംഗ്ലീഷ് ത്രില്ലറാണ് എന്ന് നമ്മൾ പറയുന്നത്. അധികം ആരും ഈ പടം അങ്ങനെ റിവ്യൂ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ കണ്ടത്. അതുകൊണ്ട് കുറച്ച് അണ്ടർ റേറ്റഡ് ആണ് എന്ന് വേണമെങ്കിലും പറയാം. കിടിലൻ എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ കണ്ടിരിക്കാൻ രസമുള്ള ഒരു ക്ലാസിക് ത്രില്ലറാണ്. a മൂവി റെക്കമെൻഡേഷൻ. ഓർമ്മ നഷ്ടപ്പെട്ടു പോയ ഒരു സ്ത്രീയെ ഒരു അനാഥാലയം ഏറ്റെടുക്കുകയാണ്. അവളുടെ ഐഡന്റിറ്റി കണ്ടെത്താൻ വേണ്ടി ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ അവർ ചുമതലപ്പെടുത്തുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. ചിത്രം 1991 കെന്നത്ത് ബ്രയാന സംവിധാനം ചെയ്ത് അദ്ദേഹവും എമ്മ തോംസണും കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്ന ഡെഡ് അഗെയിൻ. മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ, അതിനൊപ്പം സൂപ്പർ നാച്ചുറൽ എലമെന്റ്സും കൂടി ചേർന്ന ഒരു സ്ക്രിപ്റ്റ് ആണ് ഈ പടത്തിന്റേത്. ഒരു ഹിച്ച്കോക്കിയൻ സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ആണ് ഈ സിനിമയുടേത് എന്ന് പറയാം. ഇതിലെ പല സീനുകൾ കാണുമ്പോഴും ഹിച്ച്കോക്കിന്റെ പല ക്ലാസിക് സിനിമകളുടെയും ഒക്കെ ഇൻസ്പിറേഷൻ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഹിച്ച്കോക്കിന്റെ തന്നെ ഒരു പ്രശസ്ത സിനിമയുടെ കഥയുമായിട്ട് ഇതിന്റെ പ്ലോട്ടിന് ചെറിയ സാമ്യവും തോന്നാം. പഴയ സിനിമ ആയതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് കഥയുടെ പോക്ക്. എങ്കിലും പടം ത്രില്ലിംഗ് ആണ് എന്നുള്ളതാണ്. നിങ്ങളെ എങ്ങനെ ബോറടിപ്പിക്കുകയൊന്നുമില്ല. തീരുന്നത് വരെ സസ്പെൻസ് നിലനിർത്താനും പടത്തിന് സാധിച്ചിട്ടുണ്ട്. പടത്തിന്റെ സംവിധായകനായ കെന്നത്ത് ബ്രയാന തന്നെയാണ് ഇതിലെ നായകനായിട്ട് വരുന്നത്. നമ്മുടെ തോർ, അതുപോലെ മർഡർ ഓൺ ദ ഓറിയന്റ് എക്സ്പ്രസ്, ഡെത്ത് ഓൺ ദ നെയിൽ, ബെൽഫാസ്റ്റ് തുടങ്ങിയ കിടിലൻ പടങ്ങളുടെയൊക്കെ സംവിധായകനാണ് അദ്ദേഹം. ഒപ്പം കിടിലൻ നടൻ കൂടിയാണ്. ഇതിൽ രണ്ട് രീതിയിലുള്ള ക്യാരക്ടേഴ്സ് അവതരിപ്പിക്കേണ്ടതുണ്ട്. രണ്ടും വേറെ വേറെ എന്ന് തോന്നുന്ന രീതിയിൽ തന്നെ നൈസായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. നായികയായിട്ട് വന്ന എമ്മ തോംസണും മികച്ച പ്രകടനമാണ്. നമ്മുടെ ഇന്നലെ സിനിമയില്ലേ, അതിലെ ശോഭനയുടെ ക്യാരക്ടർ പോലെ അമ്നേഷ്യ വന്ന ഒരു കഥാപാത്രമാണ്. സിനിമയുടെ ഭൂരിഭാഗം ടൈമിലും പുള്ളിക്കാരുടെ പേരെന്താണെന്ന് പോലും പറയുന്നുമില്ല. നിഗൂഢ നിറഞ്ഞ ഒരു കഥാപാത്രമാണ്. നൈസ് പെർഫോമൻസ് ആണ്. ഈ ഡയറക്ടർ കം നമ്മുടെ നായകനുണ്ടല്ലോ, കെന്നത്ത് ബ്രയാനയുടെ ആദ്യത്തെ റിയൽ ഭാര്യ കൂടിയാണ് എമ്മ തോംസൺ. ഹിപ്നോട്ടിസ്റ്റ് ആയിട്ട് വന്ന ഡെറിക് ജേക്കബിയുടെ പ്രകടനവും എടുത്ത് തന്നെ പറയണം. അതുപോലെ ആൻഡി ഗാർസിയ, റോബിൻ വില്യംസിനെ പോലെയുള്ള പ്രഗത്ഭരും പടത്തിൽ ചെറിയ റോളുകളിൽ വരുന്നുണ്ട്. പിന്നെ ഈ പടത്തിൽ കത്രികയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് പറയാം. ഒരു ക്യാരക്ടർ പോലെ തന്നെ കത്രിക ഈ പടത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതിന്റെ ക്യാമറ ആംഗിളുകളൊക്കെ ഭയങ്കര രസമാണ്. കുറച്ച് ഡ്രമാറ്റിക് ആണെങ്കിലും അതിനൊരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് പറയാം. ഇതിൽ പിന്നെ മഴ, ഇടിമിന്നൽ, ഒപ്പം രാത്രികാല വിഷ്വൽസ് ഒക്കെ ഒരു സ്പെഷ്യൽ ഫീൽ തന്നെ നമുക്ക് തരുന്നുണ്ട്. എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കൊള്ളാം. രണ്ട് കാലഘട്ടം പടത്തിൽ കാണിക്കുന്നുണ്ട്. പഴയ കാലം കാണിക്കുമ്പോഴുള്ള ആർട്ട് ഡിസൈനും നൈസാണ്. ഇപ്പോഴത്തെ കോസ്റ്റ്യൂമും ഒക്കെ. പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ഗോൾഡൻ ഗ്ലോബ് നോമിനേഷൻ അന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ പടം ഇറങ്ങിയ സമയത്ത് ഒരു വമ്പൻ വിജയമൊന്നും ആയിരുന്നില്ല എന്നാണ് ഞാൻ കേട്ടത്. പക്ഷെ പൊട്ടിപ്പോയിട്ടൊന്നും ഇല്ലായിരുന്നു. നല്ല അഭിപ്രായം കിട്ടിയ പടമായിരുന്നു. ഈ ഒരു സിനിമ ഇന്ന് കാണുമ്പോൾ അങ്ങനെ ഭയങ്കര പുതുമയൊന്നും തോന്നില്ല എന്നുള്ളത് ഒരു നെഗറ്റീവായിട്ട് പറയാം. കാരണം ഈ പടം തന്നെ അൺഒഫീഷ്യൽ ആയിട്ട് ഹിന്ദിയിൽ ഉൾപ്പെടെ പലതവണ റീമേക്ക് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല വേറെ ഒരുപാട് ഇന്ത്യൻ ഭാഷകളിൽ ഇതിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ള കഥകളൊക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ട്. സോ ഇപ്പോൾ കാണുമ്പോൾ ഇതിന്റെ സസ്പെൻസ് ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഊഹിക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ഒരു വമ്പൻ സംഭവമായിട്ട് നമുക്ക് തോന്നുകയില്ല. പക്ഷെ അന്തക്കാലത്തെ പടം എന്ന ധാരണയിൽ തന്നെ നമ്മൾ ഈ പടം കാണുകയാണെങ്കിൽ രസം തോന്നും. ഒപ്പം കുറച്ച് ഓവർ ഡ്രമാറ്റിക് ആണെന്ന് ഫീൽ ചെയ്യുന്നതും ഇതിന്റെ ഒരു പോരായ്മയാണ്. മൊത്തത്തിൽ ഒരു നല്ല ക്ലാസിക് ത്രില്ലർ ചിത്രമാണ് ഡെഡ് അഗെയിൻ. അതേസമയം അണ്ടർ റേറ്റഡുമാണ്. അതിഗംഭീരം, മസ്റ്റ് വാച്ച്, കിടിലൻ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ പഴയ ഹിച്ച്കോക്കിയൻ സ്റ്റൈലിലുള്ള ത്രില്ലറുകളൊക്കെ തപ്പിപ്പിടിച്ച് കാണുന്ന ആൾക്കാർക്ക് അങ്ങനെ കാണാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ ഈ പടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ചുമ്മാ രസമാണ് ഇങ്ങനെ കണ്ടിരിക്കാനായിട്ട്. കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും ആവില്ല. ഈ സിനിമ നിങ്ങൾക്ക് ആമസോൺ പ്രൈം വീഡിയോയിൽ റെന്റിന് ഇപ്പോൾ കാണാൻ പറ്റും. അതല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് കാണാൻ ശ്രമിക്കുക. ഇംഗ്ലീഷിനൊപ്പം ഹിന്ദി ഡബ്ബിങ്ങും അവൈലബിൾ ആണ്. ഞാൻ ഇംഗ്ലീഷിൽ തന്നെയാണ് കണ്ടത്. 1 മണിക്കൂർ 47 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാം. ചെറിയ ചില കിസ്സിംഗ് സീൻ അങ്ങോട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.